പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 238 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ അൽഫോൺസ് ലെഗോറിക്ക് ശേഷം ഈ ആഴ്ച 4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വിശുദ്ധ യൂസേബിയൂസ് വെർസലിയെക്കുറിച്ചാണ്. 4-ാം നൂറ്റാണ്ടിലെ ഒരു റോമൻ പുരോഹിതനായിരുന്നു വിശുദ്ധ യൂസേബിയൂസ് വെർസലി. സർദീനിയയിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം. തൻ്റെ ബാല്യത്തിൽ തന്നെ റോമിലെത്തിയ വിശുദ്ധൻ പിന്നീട് ജൂലിയസ് പാപ്പയുടെ കീഴിൽ അവിടുത്തെ റോമൻ കത്തോലിക്ക പുരോഹിത വൃന്ദത്തിലെ അംഗമായി മാറി. പുരോഹിതന്മാർക്കിടയിൽ നവീകരണത്തിൻ്റെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുരോഹിതർ സഭാപരവും മതപരവുമായ നിയമങ്ങൾക്ക് വിധേയരാവുകയും അജപാലന പ്രവർത്തനങ്ങൾ മുഴുകിയും ജീവിക്കണം എന്ന പൗരോഹിത്യ നിയമങ്ങൾ സഭയിൽ സ്ഥാപിച്ചത് വിശുദ്ധ യൂസേബിയൂസ് ആണ്. കിഴക്കൻ രാജ്യങ്ങളിലുണ്ടായ ആശ്രമജീവിത സമ്പ്രദായത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയുടെ പ്രതിഫലനമായിരുന്നു ഈ പൗരോഹിത്യ നിയമങ്ങൾ. അദ്ദേഹത്തിൻ്റെ മാതൃക പാശ്ചാത്യ ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടുകയും അത് പൗരോഹിത്യ വൃന്ദങ്ങളിൽ നവോത്ഥാനത്തിന് കാരണമാവുകയും ചെയ്തു. 344 യൂസേബിയൂസ് വെർസലി രൂപതയിലെ മിത്രാനായി അഭിഷിക്തനായി. വിശുദ്ധൻ തൻ്റെ പുരോഹിത കൂട്ടായ്മയുടെ ഒരൊറ്റ സമൂഹമാക്കി ഐക്യപ്പെടുത്തി. ടുറിൻ, എബ്രൂൻ എന്നീ രൂപതകൾ സ്ഥാപിച്ചത് വിശുദ്ധനാണ്. 355 ലിബേരിയൂസ് പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ വിശുദ്ധൻ മിലാൻ സുനോദോസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സുനോദോസാണ് ചക്രവർത്തിയുടെ ഭീഷണിക്ക് വിധേയനായൊരു വിശുദ്ധ അത്തനയൂസിനെ സംരക്ഷിക്കുവാനുള്ള തീരുമാനമെടുത്തതും. വിശുദ്ധ യൂസേബിയൂസിനോടും മറ്റുള്ള മെത്രാന്മാരോടും അത്തനയൂസിനെ നിന്ദിക്കുവാൻ ചക്രവർത്തി ഉത്തരവിട്ടപ്പോൾ വിശുദ്ധൻ ആ ഉത്തരവ് നിരാകരിച്ചു. അതിന് പകരമായി നിസിനെ വിശ്വാസപ്രമാണ ഉടമ്പടിയിൽ ഒപ്പിടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചക്രവർത്തി വിശുദ്ധനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ വിശുദ്ധൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സഭയുടെ കാര്യങ്ങളിൽ താൻ ഇടപെടുകയില്ലെന്ന് ധൈര്യസമേതം അറിയിക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ ചക്രവർത്തി യൂസേബിയൂസിനെ പാലസ്തീനയിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അരിയൻ മതവിരുദ്ധവാദികൾ വിശുദ്ധനെ പല രീതിയിലും പീഡിപ്പിച്ചു. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച വിശുദ്ധനെ ജൂലിയൻ ചക്രവർത്തി മോചിതനാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇറ്റലിയിൽ മടങ്ങിയെത്തിയ വിശുദ്ധൻ പോയറ്റിയോയിലെ വിശുദ്ധ ഹിലരിയുമായി ചേർന്ന് മിലാനിലെ അരിയൻ സിദ്ധാന്തവാദിയായി മെത്രാനെ എതിർത്തു. തന്റെ ജനങ്ങളുടെ ആഹ്ലാദാരങ്ങൾക്കിടയിൽ വിശുദ്ധ വെർസലിയിൽ മടങ്ങിയെത്തി. അത്താനിയാസിന്റെ പ്രചരണങ്ങളുടെ രചയിതാവ് വിശുദ്ധ യൂസേബിയൂസ് ആണെന്ന് നിരവധി പേർ വിശ്വസിച്ചു വരുന്നു. 371 ഓഗസ്റ്റ് 1 വിശുദ്ധൻ മരണപ്പെടുന്നത്. വിശുദ്ധൻ തന്റെ കൈകൊണ്ട് എഴുതിയ സുവിശേഷത്തിന്റെ ഒരു പകർപ്പ് വെർസലിയിലെ കത്തീഡ്രലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അരിയൻ മതവിരുദ്ധതയെ എതിർക്കുന്നതിൽ വിശുദ്ധൻ കാണിച്ച ധൈര്യം അനേകർക്ക് വിശ്വാസവിരുദ്ധ നിലപാടുകൾ എതിർക്കുവാനുള്ള പ്രചോദനമായിട്ടാണ് നൽകിയത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ചില നേരങ്ങളിൽ ജീവിതക്ലേശങ്ങളിൽ വലയുമ്പോൾ കിട്ടുന്ന ഏതിലും നാം എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കും. അതരുത്. ഇത്തരം അവസരങ്ങളിലാണ് കൂടുതൽ വിവേചന ശക്തിയും ബുദ്ധിയും ഈശ്വരവിശ്വാസവും പ്രാവർത്തികമാക്കേണ്ടത്. പെട്ടെന്ന് തുറന്നു കിട്ടുന്ന സുഖങ്ങൾക്കിടയിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് തിരയണം. എന്നിട്ട് കരുതലോടെ സ്വീകരിക്കണം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തിരിച്ചറിവോടെ മാത്രം വേണം ജീവിത വിജയത്തിന് ഉതകുന്ന വിഭവങ്ങൾ നാം കണ്ടെത്തേണ്ടത്. ഏവർക്കും നന്ദി.